റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് സ്കിപ്പ് ചെയ്ത് പോകണ്ട, സ്കിപ്പ് ചെയ്ത്. ടെക്കാനിക്കൽ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകം പറയാനുള്ളത്, വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെഷീൻ റിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ്. വീഡിയോ കാണുന്നുണ്ട്, അഴിക്കുന്നതും കാര്യങ്ങളും എല്ലാം എല്ലാവരും പഠിച്ചു എന്നും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പാളിച്ച കൊണ്ട് മെഷീൻ പിന്നെ സ്റ്റാർട്ടാവാത്ത ചില സന്ദർഭം കൂടി ഈടായിട്ട് പലരും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്താ സ്റ്റാർട്ടാവാത്തത്? അതുപോലെ റിപ്പയർ ചെയ്തിട്ട് സ്റ്റാർട്ടാവാത്ത ഒരു മെഷീൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മെഷീൻ റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് സ്കിപ്പ് ചെയ്ത് പോകണ്ട, സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതൊരു നിസ്സാരമാണെന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാതെ ഇരിക്കരുത്. ഇത് വർക്ക് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് കാർബറേറ്റർ എടുത്തു, ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടും പിന്നെ കാർബറേറ്റർ ഇട്ടതിന് ശേഷം വർക്കായിട്ടില്ല. അപ്പോൾ ഇതിന് ഒട്ടുമിക്ക ഭാഗങ്ങളും റിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, പിസ്റ്റണും സിലിണ്ടറും പുതിയതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കണ്ടു, ആ സമയത്ത് തന്നെ പിസ്റ്റണും സിലിണ്ടറും മാറ്റിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് സത്യത്തിൽ ഉണ്ടായിരുന്നത് കാർബറേറ്ററിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്പെയറിൻ്റെയും ഭാഗങ്ങളും അലൈൻമെൻറ്റ് തെറ്റി കിടക്കുന്നത്. അതായത് കാർബറേറ്റർ മാറ്റേണ്ട വേണം. അതിനുള്ളിലുള്ള നീഡിൽ, ഷാഫ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഈ ചെറിയൊരു അരിപ്പ പോലുള്ളൊരു ഭാഗമുണ്ട്, എല്ലാം ഡാമേജ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് എല്ലാം ആ സെൻറ്റർ പോർഷനൊക്കെ പ്രത്യേകിച്ചും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേക്കാൾ നല്ലത് പുതിയതൊന്ന് വെക്കുകയാണ്. അപ്പോൾ പഴയ ഒരു എൻ്റെ മെഷീനിലുള്ളത് ഞാനിത് ഇതിൽ വെച്ചിട്ട് സ്റ്റാർട്ടാക്കി. അപ്പം ഒരു ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ടാവും, പെട്ടെന്ന് നിൽക്കും. അങ്ങനെ സ്റ്റാർട്ടാവും നിൽക്കും എന്ന് കണ്ട സമയത്ത് ഞാനിത് മുഴുവനായിട്ട് അഴിച്ചു. മുഴുവനായിട്ട് അഴിച്ചതിന് ശേഷം ഇതിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് പാക്കിങ്ങിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ എല്ലാ ഭാഗവും റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടും സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറ്റിയിട്ടും കംപ്ലൈൻറ്റ് സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ള പ്രശ്നം വന്നത് കാർബറേറ്റർ മാത്രമായിരുന്നില്ല, മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ എയർ ടൈറ്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നത്. അതായത് 2 സ്റ്റോക്ക് മെഷീനിന് പ്രത്യേകിച്ച് എയർ ടൈറ്റ് നല്ലോണം വേണം. അപ്പം നമ്മൾ ഈ പാക്കിങ്ങുകളൊക്കെ പശ ഇട്ട് ചെയ്ത് വെച്ചിരുന്നാൽ പോലും എയർ ടൈറ്റ് വരാതെ ഒരു ഭാഗം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് എയർ ടൈറ്റ് വരില്ല. അത് ഏത് ഭാഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ സീല്, ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഓയിൽ സീല് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഏത് ഭാഗം ഇത് മുഴുവനായിട്ട് പുതിയതാക്കി കഴിഞ്ഞാലും ഓയിൽ സീൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയർ ലീക്കായി പോവും. അങ്ങനെ ഉള്ള സമയത്ത് സ്റ്റാർട്ടാവില്ല. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ എയർ ടൈറ്റ് ഈ ഓയിൽ സീൽ മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കാർബറേറ്റർ വെച്ചിട്ട് ഇത് സ്റ്റാർട്ടാക്കി നോക്കി. ഒരു പ്രശ്നമില്ലാതെ ഒരുപാട് സമയം വർക്ക് ചെയ്തു. ഇപ്പോൾ ഇതിൽ കാണാത്തത് ഇന്നലെയാണ് ഈ വർക്കൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ മെഷീനിൽ ഞാനത് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് സൈറ്റിൽ വെച്ചു. അപ്പോൾ ഇന്ന് ഇതൊന്ന് കാണിച്ചു തരാൻ പറയാൻ ഓർത്താണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇനിയിവിടെ പുതിയ കാർബറേറ്റർ വെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മളിത് അഴിച്ച് ഓയിൽ സീൽ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പുതിയ കാർബറേറ്റർ വെച്ചാലും ഒരു കുറച്ച് സെക്കൻഡുകൾ വർക്ക് ചെയ്തിട്ട് ഓഫായി പോകും. അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നത്. ആ വർക്കൊക്കെ കഴിഞ്ഞ സമയത്ത് ഇപ്പം കാർബറേറ്റർ പുതിയ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടീഷനാണ്. ബാക്കി ഭാഗങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളെല്ലാം അഴിക്കുന്നത്. പക്ഷേ വർക്കിൻ്റെ ഏതാണ്ട് സ്വഭാവങ്ങളൊന്നും മനസ്സിലാകാതെ അഴിക്കാൻ പാടില്ല. ഇപ്പം ഇനിയിപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ടും വീണ്ടും സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ, അതായത് പുതിയ കാർബറേറ്റർ, പുതിയ ഇഗ്നേഷൻ കോയിൽ, പുതിയ പ്ലഗ്, ഇതെല്ലാം മാറ്റിയിട്ടും നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ തീർച്ചയാണ് എയർ ലീക്കാണ്. അപ്പം നമ്മൾ അതായത് പാക്കിങ് ചെയ്യുന്നതും പശ ഇട്ടിട്ടൊക്കെ ചെയ്തിരുന്നാൽ പോലും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയാണ് ഉറപ്പിക്കണം ഓയിൽ സീൽ പോയി കാണും. ഓയിൽ സീൽ കൂടി മാറ്റിയിട്ട് വേണം. ആദ്യം വർക്കിംഗ് കണ്ടീഷൻ അല്ലാന്ന് തോന്നുമ്പം ഓയിൽ സീൽ മാറ്റണം. പിന്നെ ഉള്ളൂ ബാക്കി എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ മാറ്റാനായിട്ട്, അതായത് റിപ്പയറിങ് ചെയ്യുന്ന സമയത്ത് പുതിയ സ്പെയർ വാങ്ങി മാറ്റി വെക്കാനായിട്ട് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഓയിൽ സീൽ മാറ്റുക. കൂടുതലൊന്നും ഇനി പറയാനില്ല. ഈ മെഷീന് ഇതുപോലെ കേടായി, പലതും ചെയ്തിട്ടും കേടായി എന്ന് പറഞ്ഞതാണ്. ഈ പിസ്റ്റണും സിലിണ്ടറും ഒക്കെ മാറ്റി. പക്ഷേ അതൊന്നും അല്ലായിരുന്നു വേണ്ടത്, ഓയിൽ സീലായിരുന്നു. ഇനി പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല.
ശ്രദ്ധിക്കേണ്ട കാര്യം പാക്കിങ്ങും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് കണ്ടാൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നത് എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, ക്ലീൻ ആവേണ്ടതാണ്. പക്ഷേ നമ്മളറിയാതെ അവിടെ ഇവിടെയൊക്കെ കൂടുതൽ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നൂലൊക്കെ ഇട്ട് കുത്തി കഴിഞ്ഞാൽ അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിപ്പയർ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ചെറിയ സ്മൂത്തായിട്ട് വേണം കാർബറേറ്റർ ക്ലീൻ ചെയ്യാനും. ഇപ്പോൾ ഈ മെഷീൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ എയർ ടൈറ്റ് കുറവ് കാരണം ഓയിൽ സീൽ കംപ്ലൈൻറ്റ് കാരണമായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് തീർത്തതിന് ശേഷം കാർബറേറ്റർ പുതിയതെന്ന് വെച്ചു. അതായത് എൻ്റെ മെഷീനിലുള്ളത് ഇതിൽ അയച്ചു വെച്ച സമയത്ത് ഒരുപാട് ടൈം വർക്ക് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ച് ടൈമായിരുന്നു. ഇപ്പം എല്ലാ പ്രശ്നങ്ങളും ഇത് തീർത്തിട്ടുണ്ട്. നിങ്ങളെ അറിവിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടുമുട്ടും വരെ ബൈ.